10,000 രൂപയ്ക്ക് നല്ല സെൽഫികൾ, നല്ല പോർട്രേറ്റ് ഷോട്ടുകൾ ഇവ രണ്ടുമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ റെഡ്മി നോട്ട് 8 തന്നെയാണ് നിങ്ങൾക്ക് വേണ്ട ക്യാമറ സ്മാർട്ട് ഫോൺ. ഈ വീഡിയോയിൽ ധാരാളം കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് ATU. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ ഇണങ്ങുമോ എന്നറിയാനായിട്ട് 5 മേഖലകളിൽ കൂടെയാണ് നമ്മൾ ഈ ക്യാമറ റിവ്യൂ കൊണ്ടുപോകുന്നത്. ജനറൽ ഫോട്ടോഗ്രാഫി, മാക്രോ ഫോട്ടോഗ്രാഫി, പോർട്രേറ്റ്സ്, സെൽഫീസ്, വീഡിയോസ്. ഈ 5 മേഖലകളിൽ ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതെനിക്ക് വേണ്ട ഒരു ക്യാമറ സ്മാർട്ട് ഫോണാണോ എന്ന്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്പെക്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവ നിങ്ങളോട് പറയാം. 48 മെഗാ പിക്സൽ f1.8 പ്രൈമറി ക്യാമറയും 8 മെഗാ പിക്സൽ 120 ഡിഗ്രി വൈഡ് ആംഗിളും 2 മെഗാ പിക്സൽ വീതമുള്ള ഡെപ്തും മാക്രോ സെൻസേഴ്സുമാണ് ഈ ഡിവൈസിൻ്റെ പിൻവശത്ത് നൽകിയിരിക്കുന്നത്. റെഡ്മി നോട്ട് 8 സ്പെക്ട്ര 165 എന്ന ഇമേജ് സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കോൾകോമിൻ്റെ പുതിയൊരു ISP ആണ്. സെൽഫി പർപ്പസിനായിട്ട് 13 മെഗാ പിക്സൽ f2.0 സെൽഫി ക്യാമറയാണ് ഈ ഡിവൈസിലുള്ളത്. ഇവയെല്ലാം വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പെസിഫിക്കേഷനാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്യാമറ റിവ്യൂയിലോട്ട് പോകാം. ആദ്യമേ നമുക്ക് ജനറൽ ഫോട്ടോഗ്രാഫി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നോക്കാം. ജനറൽ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ റെഡ്മി നോട്ട് 8 വളരെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് നൽകുന്നത്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോട്ടുകൾ മിക്കപ്പോഴും തന്നെ നമുക്ക് ലഭിച്ചു. എന്നാൽ 2x സൂം ഉപയോഗിക്കുമ്പോൾ റിയൽമി കൊണ്ടുവരുന്ന ആ മാജിക്ക് അത് കൊണ്ടുവരാൻ റെഡ്മിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഡീറ്റെയിൽ ലെവൽസിൽ ഒരു ചെറിയ ഡിപ്പ് ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ അത് നോർമൽ ലൈഫിലുള്ള ഫോട്ടോഗ്രാഫുകളെ അത്രമാത്രം ബാധിക്കില്ല. നല്ല ഡൈനാമിക് റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന, സാച്ചുറേഷൻ ലെവൽസിലും കോൺട്രാസ്റ്റ് ലെവൽസിലും നല്ലൊരു ഈവൻനെസ് ഉള്ള ഒരു ക്യാമറ സെൻസറും ക്യാമറ പ്രോസസ്സിങ്ങുമാണ് ഈ ഡിവൈസിലുള്ളത്. ഈവൻ ലൈറ്റ് കുറവുള്ള സമയങ്ങളിൽ പോലും നല്ല ഇമേജുകൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് 48 മെഗാ പിക്സൽ ഷോട്ടും ഇതിനകത്തെടുത്ത 12 മെഗാ പിക്സൽ ഷോട്ടും ഒന്ന് കമ്പയർ ചെയ്യാം. ഇത് 48 മെഗാ പിക്സൽ ഷോട്ടാണ്. 19 MB ആണ് ഈ ഫയലിൻ്റെ സൈസ്. നല്ല സൂപ്പർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോട്ട്. 12 മെഗാ പിക്സൽ ഷോട്ടും അത്ര മോശമാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി ബിറ്റ് വേണമെങ്കിൽ 48 മെഗാ പിക്സൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റലായിട്ട് 2x സൂം ഈ ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 48 മെഗാ പിക്സൽ സെൻസറുള്ളതിൻ്റെ ബെനിഫിറ്റ് ശരിക്കും നമുക്കവിടെ കാണാൻ കഴിയും. റെഡ്മി ഒന്നും കൂടെ ഒന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്പം കൂടെ നല്ല ഇമേജസ് 2x സൂമിൽ നമുക്ക് ലഭിക്കും. ബട്ട് ഓവറോൾ സൂപ്പറായിരുന്നു. റെഡ്മി നോട്ട് 8 ഞാൻ എടുത്ത ജനറൽ ഫോട്ടോഗ്രാഫുകളെല്ലാം തന്നെ സാറ്റിസ്ഫാക്ടറി എന്ന് ഞാൻ പറയും. ഇനി മാക്രോ ഫോട്ടോഗ്രാഫ്, ഇവിടെയാണ് റെഡ്മിയോട് എനിക്കൊരു ബഹുമാനം തോന്നുന്നത്. റിയൽമി ചെയ്ത് നശിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണിത്. റെഡ്മി എന്തോ വലിയ കാര്യം ചെയ്തതായിട്ടല്ല ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഈ 2 മെഗാ പിക്സൽ സെൻസർ ഉപയോഗിച്ച് ഡീസൻ്റ് ആയിട്ടുള്ള ഷോട്ടുകൾ 16:9 ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ടിന് ലഭിക്കുന്നുണ്ട്. 2 മെഗാ പിക്സൽ മാക്രോ സെൻസർ വെച്ചിട്ട് ലോകം കീഴടക്കുന്ന ഷോട്ടുകളൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. ഡീസൻ്റാണ്, വളരെ ഡീസൻ്റാണ്. ഇതാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ പോകുന്ന ഒരു ഏരിയ. നോർമൽ ക്യാമറ എടുത്താൽ ഇത് ടു ദ ക്ലോസസ്റ്റ് ബിറ്റ്. അത്യാവശ്യം നല്ല മാക്രോ ഷോട്ടുകൾ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. യൂസ്ഫുൾ ആണ്, അറ്റ്ലീസ്റ്റ് ടു എ സോഷ്യൽ മീഡിയ എക്സ്റ്റെൻറ്റ്. ഇനി പോർട്രേറ്റ്സ് എങ്ങനെയുണ്ടെന്ന് പറയാം. ഈ ഏരിയയാണ് റെഡ്മി നോട്ട് 8 ഷൈൻ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഏരിയ. സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനിലൂടെ നമുക്ക് ഈവൻ F1 ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. എല്ലാം സോഫ്റ്റ്വെയർ മാജിക്കാണ്. പക്ഷേ എങ്കിൽ പോലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പോർട്രേറ്റ്സ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് മാറ്റാനുള്ള സമയമായി. നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് ലഭിച്ചു. ഇനി റെഡ്മി നോട്ട് 8 സെൽഫികൾ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. നമ്മൾ പോർട്രേറ്റ്സിൽ കണ്ട അതേ ഒരു ഡീസൻസി, അതേ ഒരു മാനറിസം റെഡ്മി നോട്ട് 8 സെൽഫിയിലോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാമ്പിളുകൾ തന്നെ അതിനുള്ള ഉദാഹരണമാണ്. നമ്മൾ നോർമൽ സെൽഫി എടുത്താലും അല്ലെങ്കിൽ ഇതേ ഷോട്ടിന് തന്നെയുള്ള പോർട്രേറ്റ് വേരിയൻറ്റ് ഞാൻ കാണിക്കാം. നമ്മൾ പോർട്രേറ്റ് ഷോട്ടുകൾ എടുത്താലും വളരെ നല്ല റിസൾട്ടുകൾ ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സെൽഫീസ് വളരെ സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. പക്ഷേ ലോ ലൈറ്റ്സിൽ അല്പം കോംപ്രമൈസ് ഉണ്ട്. ബട്ട് ഓവറോൾ നന്നായിരുന്നു തന്നെ പറയാം. ഇനി റെഡ്മി നോട്ട് 8 വീഡിയോസ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. ഇത് അല്പം ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സെക്ഷനാണ്. 4 മേഖലകൾ നമ്മൾ ചർച്ച ചെയ്യും. ജനറൽ ഷോട്ട്സ്, മാക്രോസ്, മൂവിങ് ഷോട്ട്സ് ആൻഡ് വ്ലോഗിങ് ഷോട്ട്സ്. ആദ്യമേ ജനറൽ ഷോട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. അതായത് നമ്മൾ നോർമൽ ഡേ ടു ഡേ ലൈഫിൽ എടുക്കുന്ന വീഡിയോസാണ് ഈ ജനറൽ ഷോട്ട്സ്. നിങ്ങൾക്ക് തന്നെ ഈ റിസൾട്ട് കാണാം, നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്നോട് മെൻഷൻ ചെയ്യുക. എനിക്ക് തോന്നുന്നത്, എൻ്റെ കമൻട്രി ഇതാണ്, വളരെ നന്നായിട്ട് സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ലോ ലൈറ്റിലും നല്ല റിസൾട്ടുകൾ നൽകുന്നുണ്ട്.
എന്നാൽ സബ്ജക്റ്റ് കണ്ടമാനം മൂവ് ചെയ്യുന്ന ചില ഷോട്ടുകളിൽ അവിടെ ഒരു ചെറിയ ഫോക്കസ് ഹണ്ടിങ് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ അത് നമ്മുടെ നോർമൽ ഡേ ടു ഡേ വീഡിയോഗ്രാഫുകളെ ഒത്തിരി ബാധിക്കില്ല. അവിടെ കാറ്റായിരുന്നു പ്രശ്നം. ഇനി ഇത് വളരെ ജനറലായിട്ടുള്ള നമ്മളൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു സെനറിയോ ആണ്. വളരെ നന്നായിട്ട് ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. എനിക്ക് കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഈവൻ ലോ ലൈറ്റിലും നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ജനറൽ ഷോട്ടുകൾ നമുക്ക് ലഭിച്ചു. ഇനി മാക്രോ ഷോട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു 2 മെഗാ പിക്സൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പ്രൈമറി ക്യാമറ വെച്ചിട്ടല്ല ഈ ഫുട്ടേജ് ഷൂട്ട് ചെയ്തത്. ഇവിടെ റിയൽമിയെ സൂപ്പറായിട്ട് കവച്ചു വെച്ചു. റിയൽമിക്ക് ഒരിക്കലും ഈ ഒരു ക്വാളിറ്റി കൊണ്ടുവരാൻ കഴിയില്ല. റിയൽമി ഡിവൈസുകളിൽ മാക്രോ ക്യാം വെച്ചിട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇവിടെ വീഡിയോസും നല്ല ക്വാളിറ്റിയിൽ തന്നെ, സാറ്റിസ്ഫാക്ടറി ക്വാളിറ്റിയിൽ തന്നെ വന്നത്. ഓവറോൾ ഗുഡ്. ഇനി മൂവിങ് ഷോട്ട്സ് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇവിടെയാണ് ഇമേജ് സ്റ്റെബിലൈസേഷൻ ടെക്നിക്സൊക്കെ ഏറ്റവും അധികം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തെടുത്ത ഒരു ഷോട്ടാണ്. നോർമൽ സ്പീഡിൽ തന്നെയാണ് നടക്കുന്നതെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇടയ്ക്ക് ചില ജേർക്കുകൾ വരുന്നുണ്ട്. റെഡ്മി നോട്ട് 8ൻ്റെ ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ പരമാവധി ജേർക്കുകൾ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ചില ജേർക്കുകളും ചില മൂവ്മെൻറ്റുകളും എല്ലാം ഫുട്ടേജിൽ നമുക്ക് കാണാൻ കഴിയും. ബട്ട് ഓവറോൾ സാറ്റിസ്ഫാക്ടറി. ഇനി വ്ളോഗിംഗ് ഷോട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നിങ്ങളിതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും കൂടെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് ഹാരിസ്. ഇത് റെഡ്മി നോട്ട് 8ൻ്റെ സെൽഫി ക്യാം വെച്ചെടുക്കുന്ന വിഷ്വലാണ്. ഇതിൻ്റെ സെൽഫീസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, പോർട്രേറ്റിലായിക്കോട്ടെ എല്ലാ രീതിയിലും. ഇനി ഇതിൻ്റെ വീഡിയോയുടെ കാര്യത്തിൽ ലെറ്റ്സ് ചെക്ക്. ഇപ്പോൾ മൂവിങ്ങിലാണ്, ബാക്ക്ഗ്രൗണ്ടിൽ അനാവശ്യമായിട്ടുള്ള ജേർക്കുകളൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പോൾ കിട്ടുന്ന വിഷ്വൽ ക്വാളിറ്റിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇപ്പോൾ ഇത് ന്യൂൺ ടൈമാണ്. അതുപോലെ തന്നെ ഷാഡോസിൽ നിന്ന് ഞാൻ മൂവ് ചെയ്തു, പിന്നെ ലൈറ്റ്സിലോട്ട് വന്നു, പിന്നെയും ഷാഡോസിലോട്ട് വന്നു. ഇപ്പോഴെല്ലാം നല്ല രീതിയിലുള്ള ഒരു എക്സ്പോഷർ ബാലൻസ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഫേസ് ഫോക്കസിലാണ്. അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് യൂസബിൾ ആയിട്ടുള്ള ഒരു ഫുട്ടേജ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള എക്സ്ട്രീമിൽ ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിൽ ഞാൻ നിൽക്കുകയാണ്. അല്പം പാടാണ്, അല്പം ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. പക്ഷെ ചെറുതായിട്ടെങ്കിലും ഒരു ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡ് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല പിക്ചേഴ്സ് ഇത് നൽകുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് സെൽഫി ക്യാം ഉപയോഗിച്ച് വ്ളോഗിങ് ഷോട്ടുകൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. സോ ഓവറോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് തന്നെ പറയാം. മൂവിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ കഴിയും. ഇപ്പം ഞാൻ ഹെവി സൺലൈറ്റിൽ നിന്ന് അല്പം ഷാഡോ ഉള്ളിടത്തൂടെ മാറി. സോ ഇവിടെയൊക്കെ കിട്ടുന്ന റിസൾട്ട്സ് തീർച്ചയായിട്ടും സാറ്റിസ്ഫാക്ടറി തന്നെയാണ്. മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് ഗുഡ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് വ്ളോഗിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ രേഖപ്പെടുത്താൻ കഴിയും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഓവറോൾ ഇത്രയധികം ടെസ്റ്റുകളെല്ലാം ചെയ്തു, അതിൻ്റെ റിസൾട്ടുകളെല്ലാം കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്കും തോന്നുന്നത്. 10,000 രൂപയ്ക്ക് നല്ലൊരു ക്യാമറ ഡിവൈസ് തന്നെയാണ് റെഡ്മി നോട്ട് 8. അതിനകത്ത് സംശയമില്ല. പോർട്രേറ്റ്സിൻ്റെയും സെൽഫിയുടെയും കാര്യത്തിൽ റിയൽമി 5 അടുത്ത് വരാൻ കഴിയില്ലെന്ന് തന്നെ ഞാൻ പറയും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീഡിയോകളും നമ്മുടെ ചാനലിൽ കാണാൻ കഴിയും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. ചോദ്യങ്ങളും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, സൈനിങ് ഓഫ് ഫോർ നൗ.